ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാനൊരു കുഞ്ഞ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ദിവസത്തെ വ്ളോഗ് കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗുള്ളത്. അപ്പോൾ എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ അന്ന് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഉമ്മദായി ഇവിടെ രാവിലെ തന്നെ ബേബിക്ക് വേണ്ടിയിട്ട് കുറുക്ക് തയ്യാറാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. കുറുക്കിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് കുന്നംകായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കായാണ്. അപ്പോൾ ഇതാണ് ബേബിക്ക് നമ്മൾ 5 to 6 months എല്ലാം കഴിഞ്ഞ ശേഷം കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ടും ചിലവർ ചെയ്യും, തൊലി കളയാതെയും ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നല്ലോണം അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ ശേഷമാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം എന്താ ഇത് ഇങ്ങനത്തെ ഒരു സ്ലൈസറിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാം. നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2-3 ദിവസത്തെ ഒരു വെയിൽ കൊണ്ടാൽ തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ സ്ലൈസറിലിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പച്ചമഞ്ഞൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും പച്ചമഞ്ഞൾ വേണ്ട, കുറച്ച് മതി. ഇത്രയും ക്വാണ്ടിറ്റിക്ക് വളരെ ഒരു പിടി മാത്രമാണ്, ഒരു പിടി ഇല്ല, ഒരു 4-5 പീസോളം മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് ചില ആളുകൾ തെച്ചിപ്പൂ ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേന, നമ്മൾ കറിക്കരം യൂസ് ചെയ്യുന്ന ചേന ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലവണ്ണം ഒരു 2-3 ദിവസം നല്ല വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാലാണ് അത് കേടൊന്നും വരാതെ ഇരിക്കുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊക്കെ തന്നെ പൊടിച്ചെടുക്കുകയൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇത് പൊടിച്ചെടുക്കാറ്. അല്ലെങ്കിൽ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 5 to 6 months എല്ലാം ആയിക്കഴിഞ്ഞാൽ ബേബിക്ക് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈമിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഈ ഒരു കുറുക്കാണ് കേട്ടോ. അമ്നൂസിനും ഈ ഒരു കുറുക്കനെയാണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങി കിട്ടണം. അപ്പോൾ ഈ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ച ടൈമെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ബേബീനെ എല്ലാം ഒന്ന് ഫ്രഷ് ആക്കി അതിനുശേഷം അവനെ കിടത്തി ഉറക്കി അതിനുശേഷം അമ്നൂസിനെ കുളിപ്പിച്ചു കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടൈമായിട്ടോ. അങ്ങനെ ഉച്ചയ്ക്കുള്ള ലഞ്ചെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത ശേഷം പാക്കിംഗ് ഒക്കെ തുടങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റെസ്റ്റ് എടുത്തത് കുറച്ച് കൂടിപ്പോയി. അങ്ങനെ പിന്നെ പാക്കിംഗ് ഒന്നും നടന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമുക്ക് ഒരു ഗസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഗസ്റ്റ് എല്ലാം വന്ന് പോയ ശേഷം കാര്യമായിട്ടുള്ള പാക്കിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ ഇത് അമ്നൂസിന് വേണ്ടിയിട്ട് ചോറിലെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടി നെയ്യ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കളക്ട് ചെയ്തിട്ടുള്ള പാലിൻ്റെ പാടയാണ്. അപ്പോൾ ഇത് എങ്ങനെ കളക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ തിളപ്പിച്ച ശേഷം അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പാൽപ്പാട തെളിഞ്ഞു വരും. അപ്പോൾ അത് ഒന്ന് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചാൽ നല്ലവണ്ണം തെളിഞ്ഞു വരും. അങ്ങനെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പാൽപ്പാട ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്തത് ഈ ഒരു പാത്രത്തിൽ പല ദിവസങ്ങളിലായിട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പാൽപ്പാട കളക്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടാണ് അതിൽ മിക്സ് ചെയ്തിട്ടാണ് പിന്നീട് ഓരോ ദിവസവും നമ്മൾ പാൽപ്പാട ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഈ ഒരു 2 പാത്രത്തിലായിട്ട് പാൽപ്പാട കളക്ട് ചെയ്തത് ഫ്രീസറിനകത്താണ് കേട്ടോ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേട് വരുള്ളൂ. അതുകൊണ്ട് ഫ്രീസറിനകത്താണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് പാൽപ്പാട കളക്ട് ചെയ്തത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ 2 പാത്രത്തിലും പിന്നെ വേറൊരു ചെറിയൊരു പാത്രത്തിലും പാടായിട്ട് നമുക്ക് പാൽപ്പാട കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെയാണ് നമ്മളിതിന്ന് നെയ്യ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ, അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് മുൻപ് തന്നെ ഉമ്മ ഇതെടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിനകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്.
അപ്പോൾ തണുപ്പെല്ലാം പോയിട്ട് ഇപ്പോൾ ഇതാ ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു 3 to 4 ടേബിൾ സ്പൂണോളം തൈര് കൂടെ ഇട്ട് കൊടുക്കണം. തൈര് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഞാൻ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണിപ്പോൾ ആ മുകളിൽ കാണാൻ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ തൈര് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇതിന്ന് നെയ്യ് തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഇതാ ഇവിടെ തങ്കു ചേച്ചി തേങ്ങ ചിരവി എടുക്കുകയാണ്. അപ്പോൾ ഇത് തേങ്ങ വെന്ത വെളിച്ചെണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ചിരവി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ ഉപ്മാവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണക്കിയെടുത്ത ഈ ഒരു കായ ഇതാ ഇവിടെ വിരിച്ച് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇന്നും എടുത്തിട്ട് അത് വീണ്ടും വെയിലത്തേക്ക് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ബേബി എണീറ്റ് അപ്പോൾ അവനിതാ ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ചെറുതും വലുതുമായിട്ട് ഒരു 15 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ഉണങ്ങിയിട്ടുള്ള തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തേങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചിരവിയിട്ട് അതിതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. ഉമ്മ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ച ശേഷം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്തത് വീണ്ടും നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിരുമും. അപ്പോൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ രണ്ടാമത്തത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് വീണ്ടും നമ്മൾ തേങ്ങാപ്പാലെടുക്കും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൈകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത് ഇതാ തങ്കു ചേച്ചി ഇങ്ങനെ തോർത്തിലിട്ടിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. നല്ലവണ്ണം തേങ്ങാപ്പാൽ കിട്ടണമെന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ നേരത്തെ ഉണങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ മിക്സിഡ് ജാറിനകത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് ആ ഒരു തേങ്ങാപ്പാൽ ഇപ്പോൾ രണ്ടാം പാൽ എടുത്തത് കൂടി ചേർത്തിട്ട് വീണ്ടും ഇത് മിക്സിഡ് അകത്തേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും തേങ്ങാപ്പാൽ എടുക്കും. അപ്പോൾ അങ്ങനെ 2-3 ബാച്ചായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാം പാൽ. ആദ്യം നല്ല ഫ്രഷ് തേങ്ങയിൽ നിന്ന് എടുത്തിട്ടില്ല രണ്ടാം പാൽ. അപ്പോൾ ഒരുപാട് വെള്ളം ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രണ്ടാം പാലിൽ തന്നെ വീണ്ടും അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ അധികം വെള്ളം ചേരാത്ത രീതിയിൽ ഇങ്ങനെ അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുക. മാമക്ക് ഒരു സർപ്രൈസ് തരുമോ? ടോയ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സർപ്രൈസ് തരുമോ? ആ അപ്പോൾ ഇനി ഈ ഒരു തേങ്ങാപ്പാൽ 24 മണിക്കൂർ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ 4-5 മണിക്കൂർ എടുത്ത് വെക്കാം. 24 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ലവണ്ണം മുകളിൽ കട്ടിയായിട്ട് വെള്ളമെല്ലാം താഴേക്ക് ഊർന്നിട്ട് മുകളിൽ കട്ടിയായിട്ട് നിൽക്കും. 4-5 മണിക്കൂർ വെക്കുകയാണെങ്കിൽ വെള്ളം ഒക്കെ താഴെ ഉണ്ടാവും, ഒരുപാട് കട്ടിയായിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാനിതാ ഫസ്റ്റ് തന്നെ അമ്നൂസിൻ്റെ ടോയ്സാണ് എടുത്ത് വെക്കുന്നത്. ആദ്യം അതെല്ലാം കളക്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. പല ഭാഗത്ത് സ്പ്രെഡായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് പാക്ക് ചെയ്യണം ഫസ്റ്റ് തന്നെ. അപ്പോൾ അതെല്ലാം അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം പല ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫുള്ളൊന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വേണ്ടതും വേണ്ടാത്തൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ ഇന്ന് ഇരുമ്പാമ്പുളി ഇട്ടിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ നല്ല വിശക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. പിന്നെ എന്തത് പപ്പായ ഉപ്പേരിയാണ്, നമ്മുടെ സാധാ ഓമക്കായ ഉപ്പേരി, പിന്നെ ഫിഷ് ഫ്രൈ, ചോറ്. അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ.
അപ്പോഴേക്കും ഇതാ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇവിടെ മുകളിൽ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പതുക്കെ ഉമ്മതാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. താഴ്ഭാഗത്ത് അതിൻ്റെ വെള്ളവും ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും താഴ്ഭാഗത്ത് വെള്ളവുമാണ്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മുകളിൽ ഊറി വന്നിട്ടുള്ള തേങ്ങാപ്പാൽ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ മുകളിലുള്ളത് വെള്ളത്തിൻ്റെ മുകളിൽ ഇതങ്ങനെ പതുക്കെ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം തേങ്ങാപ്പാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് 24 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പണിയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മാക്സിമം നമുക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വേസ്റ്റേജ് ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു വെള്ളം നോക്കുക, നല്ല പച്ച വെള്ളം പോലെയാണ് ഇതുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ. നമ്മൾ ഇത് അരയ്ക്കാനെല്ലാം യൂസ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. ബാക്കി ഇതാ ഇവിടെ തേങ്ങാപ്പാൽ, ഇതാ നല്ല കുറുകിയിട്ട് തന്നെ ഇരിക്കുന്ന തേങ്ങാപ്പാൽ. അപ്പം ഇനി ഇതാ അടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്. തേങ്ങ വെന്ത വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം കഴിയും കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരുപാട് ടൈമും എടുക്കില്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ പതിയെ ഇളക്കി കൊടുത്തിട്ട് ഇത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചിട്ട് എടുക്കുന്ന ഓരോ പ്രോസസ്സും അതുപോലെ ഓരോ സ്റ്റെപ്പും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏകദേശം ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ഒന്നുകൂടെ കുറുകിയിട്ട് ചെറുതായിട്ട് മുകളിൽ ഇങ്ങനെ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ തെളിഞ്ഞിങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കൂടെ ആവുന്ന ഒരു ടൈം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് മദർ സ്പർശിൻ്റെ പ്ലാൻ പവർഡ് റേഞ്ചിനകത്തുള്ള നാച്ചുറൽ ബേബി സോപ്പാണ്. അപ്പോൾ ഇതൊരു വാല്യൂ പാക്കാണ്, പാക്ക് ഓഫ് 2 ആണ് കേട്ടോ. 2 സോപ്പാണ് ഈ ഒരു പാക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബേബി സോപ്പ് വരുന്നത് ഓർഗാനിക് ഷിയ ബട്ടർ, ആൽമണ്ട് ഓയിൽ, അതുപോലെ തന്നെ കലൻഡുല ഓയിലും കൂടിയിട്ടുള്ള മിക്സ്ചറിലാണ് ഈ ഒരു സോപ്പ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ 2 പാക്കറ്റാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു സോപ്പ് ഇപ്പം ഞാൻ ആദു ബേബിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് ഒരെണ്ണമാണ് കേട്ടോ. ബാക്കി ഒരെണ്ണമാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഹാഷ് കെമിക്കൽസ് ലൈക്ക് പാരബൻ, സിലിക്കൺ ഡൈസ് അങ്ങനത്തെ ഒരു ഹാഷ് കെമിക്കൽസും വരുന്നില്ല. നല്ല ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് മദർ സ്പർശിൻ്റെ പ്ലാൻ പവർഡ് റേഞ്ചിന് തന്നെയുള്ള ബേബി വാഷാണ്. അപ്പോൾ ഈ ഒരു വാഷ് അവക്കാഡോ ഓയിൽ, കെമമൈൽ ഓയിൽ, അതുപോലെ തന്നെ കോക്കനട്ട് ബേസ്ഡ് ക്ലെൻസർ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബേബി വാഷാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ അമ്നൂസിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബേബി വാഷാണ് കേട്ടോ. പിന്നെ ഇത് ടിയർ ഫ്രീ ആണ്, അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രാഗ്രൻസുമാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഉള്ളത്. പിന്നെ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിനകത്ത് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഈ ബേബി വാഷ് ആയാലും അതുപോലെ തന്നെ സോപ്പ് ആയാലും നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ മറ്റുള്ള റേഞ്ച് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ കാണിക്കുന്നത് മദർ സ്പർശിൻ്റെ ആഫ്റ്റർ ബൈറ്റ് ടേമറിക് ബാമാണ്. ഇവരുടെ ഒരുപാട് റിവ്യൂസ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരൻസ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കൊതുവെല്ലാം കടിച്ചു കഴിഞ്ഞാൽ ബേബീസിനും അമ്നൂസിനെല്ലാം, ബേബിക്കും അമ്നൂസിനെല്ലാം വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതൊരു ടേമറിക് ബാമാണ്. അപ്പോൾ ഇത് അമ്നൂസാണ് കേട്ടോ ഇത് സ്ഥിരം എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കോലെല്ലാം ഇങ്ങനെ. അപ്പോൾ ഇത് അമ്നൂസ് എടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവന് കൊതെല്ലാം കടിച്ചാൽ അവൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 25 ഗ്രാമാണ് കേട്ടോ വരുന്നത് ഈ ഒരു കണ്ടെയ്നറിൽ. പിന്നെ ഇവരുടെ ഈ ഒരു ബാം സ്കിൻ റാഷസിനും അതുപോലെ ചെറിയ സ്കിൻ ഇറിറ്റേഷൻസ് എല്ലാം ഉള്ള ടൈമിലെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ, ഫസ്റ്റ് ക്രൈ, അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോഴേക്കും ഇതാ തേങ്ങാപ്പാലിനകത്തുള്ള വെള്ളം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. ഇപ്പോൾ ഇതാ കളർ അത്യാവശ്യം നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ വെള്ള കളറെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കളറ് മാറി മാറി ഏകദേശം ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ ആക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നല്ലവണ്ണം കുറച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതാ അപ്പോഴേക്കും ടൈമെല്ലാം ഒരുപാട് ലേറ്റായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ അതിൻ്റെ കളറ് നല്ലവണ്ണം മാറിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാറ് കേട്ടോ.
അപ്പോൾ അത് ഏകദേശം ഈ ഒരു പരുവാവുന്ന ടൈമിൽ നിർത്തണം, അല്ലെങ്കിൽ വീണ്ടും എണ്ണയുടെ കളർ മാറുള്ളൂ. ഇപ്പോൾ കാണാം നല്ല തെളിഞ്ഞ എണ്ണയാണ് താഴെ കാണുന്നത്. പക്ഷെ നമ്മളിതിങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിന് എണ്ണ എടുക്കാനായപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അത് കാരണം വീണ്ടും ചട്ടിക്കകത്ത് ഇരുന്നിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഉരുളിയുടെ ചൂട് കൊണ്ട് എണ്ണയുടെ കളറ് മാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള എണ്ണയാണ് ഈ ഒരു തേങ്ങ വെന്ത വെളിച്ചെണ്ണ. അപ്പോൾ ഇത് ബേബിക്ക് മേല് തേക്കാൻ, അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡിനകത്ത് കൊടുക്കുന്നതെല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഏകദേശം ഒരു 630ഓളം ml ഉണ്ട് കേട്ടോ. അത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി അടുത്ത പരിപാടി നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാൽപ്പാട പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നലെ രാത്രിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ രാത്രി ആകുമ്പോഴാണ് നമ്മളിത് ഇനി നെയ്യാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഐസുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു പാൽപ്പാട ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഒന്നിങ്ങനെ നമ്മൾ പൾസ് ചെയ്യണം. ഒരുപാട് സ്പീഡിൽ അടിക്കരുത്, പതുക്കെ നിർത്തിയിട്ട് അടിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഇതിനകത്തുള്ള ബട്ടർ തിരിഞ്ഞ് വരുള്ളൂ കേട്ടോ. വെള്ളം സെപ്പറേറ്റ് ആയി അതുപോലെ ബട്ടർ സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അടിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ അടിച്ചു കഴിഞ്ഞാൽ മതി. ഇതാ നമ്മളുടെ ബട്ടർ നല്ലവണ്ണം വന്നിട്ടുണ്ട്. അപ്പം ഇത് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവുള്ളൂ. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ആ പാത്രത്തിനകത്ത് തണുത്ത വെള്ളമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കുക. ഈ ജാറിനകത്ത് നല്ല ഐസ് ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് ചൂടാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയി കിട്ടുകയില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഒരു പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചും പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും അതുപോലെ തന്നെ വെള്ളത്തിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതാ ഈ ബട്ടർ എടുത്ത ശേഷമുള്ള ഈ ഒരു വെള്ളമാണ് കേട്ടോ ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ മോര്. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലവണ്ണം ഈ ഒരു ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ളത് ബട്ടറാണ്. അപ്പോൾ ഇത് ഒന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അമ്നൂസിന് ബ്രെഡിനകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ നെയ്യാക്കിയിട്ടും എടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കയ്യിലിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേനും അങ്ങ് മെൽറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ മെൽറ്റാവും. ബട്ടർ സാധാരണ മെൽറ്റാവണ പോലെ തന്നെ ഇത് മെൽറ്റാവും. ഇപ്പോൾ ഇതാ ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഇത് നമുക്ക് ഗീ ആക്കി എടുക്കണം. ഇതിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ഒരുപാട് മെനക്കേടുള്ളൊരു പണിയൊന്നുമില്ല. നമ്മൾ പല ദിവസങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഹെവി ഒരു പണിയായിട്ടൊന്നും തോന്നില്ല. നല്ല ശുദ്ധമായിട്ടുള്ള ഗീ നമുക്ക് എടുക്കാനും പറ്റും. ഇപ്പോൾ ഇതാ ബട്ടർ നല്ലവണ്ണം തിളച്ചിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് പതിയെ ഇതിൻ്റെ മുകളിൽ നെയ്യ് തെളിഞ്ഞ് വരും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കണ്ടില്ല, ഇതിൻ്റെ സൈഡ്സിലെല്ലാം ചെറുതായിട്ട് ലൈറ്റായിട്ട് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ നല്ലവണ്ണം മുകളിൽ ഇതാ നെയ്യ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുറച്ചുകൂടെ നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നല്ലവണ്ണം നെയ്യ് തെളിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ ഇതാ ഏകദേശം നല്ലവണ്ണം നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാകുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുള്ളൂ. ഇനി ഇതിനകത്ത് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു കക്കനുണ്ടാവും. നമ്മൾ ഈ ഒരു തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ല, അതുപോലെ ലൈറ്റായിട്ട് ഇതിനകത്ത് ഉണ്ടാകും. ഇതിനകത്ത് ഒരുപാട് ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്ന് ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്നിങ്ങനെ മൂത്ത് വരും. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ താഴെ കക്കന് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇവിടെ താഴെ ഇതാ ബ്രൗൺ കളറിൽ കക്കനുണ്ട്, മുകളിൽ നെയ്യും നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള നമ്മളുടെ ഗീ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട പണിയൊന്നുമില്ല കേട്ടോ ഇത്ര ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ ഇതാ ഒരുപാട് ചൂടാറുന്നതിന് മുൻപ് തന്നെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റണം. അങ്ങനെ ആകുമ്പോൾ കക്കനൊന്നും ഒരുപാട് പെടില്ല. നമ്മൾക്ക് കുട്ടികൾക്കെല്ലാം ചോറിലെല്ലാം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നല്ല പ്യുവറായിട്ടുള്ള അടിപൊളി നെയ്യാണ്.
അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബൗള് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 ബൗളാണ് നമ്മൾ പാൽപ്പാട കളക്ട് ചെയ്തത്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ചുകൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പാത്രത്തിലൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നെയ്യാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 2 ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക. പിന്നെ ഇന്നത്തെ വ്ലോഗിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ്സിൽ ചോദിക്കാം. എന്തായാലും അതിൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ലോഗായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.